ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇത് ഓണമായിട്ട് നമ്മൾ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷേ വാവച്ചിനെ പിടികിട്ടാനില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വാവച്ചി ഇവിടെ ഓടിക്കളിയാണ്. ഇത് അപ്പുറത്തെ വീട്ടിൽ കളി, ഇപ്പുറത്തെ വീട്ടിൽ കളി. എല്ലാവർക്കും ഇപ്പോൾ സ്കൂൾ അവധിയാണല്ലോ. അപ്പോൾ വാവച്ചിനെ പിടികിട്ടാറില്ല, അതാണ് സംഭവം. അപ്പോൾ വാവച്ചി ഏത് വീട്ടിലാണോ ഉള്ളതെന്ന് ഇപ്പോൾ ഞാൻ പൊക്കി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് അത്തപ്പൂക്കളിടാം. വാവച്ചി എവിടെയാ? കളി കഴിഞ്ഞാ? നമുക്ക് പൂക്കളിട്ടാലോ? കമോ, കുറച്ചും കൂടെ പൂ എടുത്തുണ്ടല്ലോ നമുക്ക് പോയിട്ട്. ബാ 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 ബാ. ഇവിടേക്ക് പൂവുണ്ട്, പറിക്കാം. ഇവിടെ ഇവിടെ കുറച്ചിട്ട് അവച്ചി വെള്ളപ്പൂ എടുത്തടാ. അമ്മയ്ക്ക് തരൂ. നമുക്കിത് ഇവിടെ ചുറ്റും കുറച്ചും കൂടി വെള്ളപ്പൂ വിടാം. ഓക്കെ ആണോ? അത് യെല്ലോ അല്ലേ? സൈഡ് അങ്ങനെയാണോ വയ്ക്കാൻ പോകുന്നേ? അന്നൊരു കാണിച്ച അങ്ങനെ വെച്ചോ. ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചോ കേട്ടോ. ഓക്കെ, വാവച്ചി ഇങ്ങനെ വെച്ചോ സൈഡില്. ഇതിന് ചുറ്റും വാവച്ചി ഇങ്ങനെ വെച്ചോ കേട്ടോ. ഓക്കെ ആണോ? നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? പൂക്കൾ ഉണ്ടാക്കുവാണോ? ഹാപ്പി ആണോ? ഈ പൂ മമ്മ മാറ്റി വെച്ചു. നമുക്ക് ഈ യെല്ലോ കളർ സൈഡിൽ ഇടാം ഇങ്ങനെ ആദ്യം. ഓക്കെ, മറ്റേ യെല്ലോ ലാസ്റ്റ് ഇടാം. ഓക്കെ ആണോ? വാവച്ചിക്ക് പൂക്കളുടെ ഇഷ്ടമാണോ വാവച്ചി? ആണോ? നമുക്കിനി നെക്സ്റ്റ് ഏത് കളർ പൂവാണ്? നമുക്കിനി പിങ്ക് ഫ്ലവർ പറിച്ചോണ്ടിരാം അല്ലേ വാവച്ചി? അവിടെ പിങ്ക് ഉണ്ട്, പിങ്ക് പറിച്ചോണ്ടിരാം. ഓക്കെ, ഇതാണ് പിങ്ക് ഫ്ലവർ വാവച്ചി. നമുക്കിത് പറിക്കാം. പക്ഷേ ഇത് പറിക്കുമ്പോഴേ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ കടലാസ് പൂവാ, മുള്ളുണ്ട്. മഴയോ? ഇതാ ഇത് പിടിച്ച് മമ്മ പറിച്ചില്ല കേട്ടോ. കവറ് കാണിക്കൂ. ഒന്നേ എടുത്തുള്ളോ? മഴ പെയ്യണ്ടാ? മാറി നിൽക്കുന്ന ഞാൻ അമ്മ പറിച്ചോട്ട് തരാം. ഇങ്ങോട്ട് അത് ആ കവർ തന്നിട്ട് നോക്കുമെന്നോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ? അടിപൊളി അടിപൊളി. ഇതിന്റെ പേരെന്താ വെച്ചി അറിയോ? കടലാസ് പൂവ്. പറഞ്ഞേ, കടലാസ് പൂ. കടലാസ് പൂ നമുക്ക് ഈ സൈഡിൽ കൂടി ഇടാം. ഇതിന് ചുറ്റും പിങ്ക് കടലാസ് പൂവ് ഇടുവോ? വാ. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ? വേണ്ടേ? തന്നെ ഇടുവോ? ഹാപ്പി ഓണെന്ന് പറഞ്ഞ എല്ലാവർക്കും. ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ഓണെന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം. എന്ത് പൂവോ? അടിപൊളിയായിട്ടുണ്ടല്ലോ വച്ചി. ഇല്ലടാ കുറച്ചും കൂടെ നമുക്ക് ഇട്ടാലോ? ഈ കുറച്ചും കൂടെ എന്താ പറയാ, വട്ടമാക്കാം. കുറച്ചും കൂടി വലുത്. ഓക്കെ. പൂക്കളത്തിൽ ജമ്പുവോ? ഓക്കെ. ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ വീട്ടില്. അതുകൊണ്ടാണ് നമ്മൾ പൂ പറിക്കാണ്ടിരുന്നത്. വാവച്ചി പൂ പറിക്കാനായിട്ട് പോവാണ്. യെല്ലോ കളർ. വാവച്ചി ഏത് കളർ എടുക്കുന്ന ആദ്യം? ഇതാണ് എടുക്കുന്നേ? ബാ മമ്മ ഹെൽപ്പ് ചെയ്യാം. വേണ്ടേ? എന്തോരം പൂവല്ലടെ കണ്ണാ. വാ, ഇതെല്ലാം കൂടെ മിക്സ് ആക്കി. പണ്ടുണ്ടല്ലോ മമ്മയും മമ്മയുടെ ഫ്രണ്ട്സും ഒക്കെ പൊങ്ങിണിപ്പൂല്ലേ? പൊങ്ങിണിപ്പൂ കണ്ടോ?
കുഞ്ഞിപ്പൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു ചെറുപ്പത്തിൽ. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ കുറേ സ്ഥലത്ത് പോയി പൂക്കളൊക്കെ പറിക്കും. ഓഹോ, അവർക്ക് ഇഷ്ടമാണോ? എന്നാ പറിച്ചോ. വാവച്ചി വലുതാവുമ്പോഴേ വാവച്ചി ഇതൊക്കെ നോക്കുമ്പോൾ വാവച്ചിക്ക് ഭയങ്കര ഹാപ്പി ആവും അല്ലേ? അമ്മേനെ ഹെൽപ്പ് ചെയ്യുവാ. പൂ ഇട്ടിട്ട് വേണം നമുക്ക്, അത് കഴിഞ്ഞിട്ട് വേണം ഉച്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് സദ്യ കഴിക്കാനുള്ളതല്ലേ. ഇങ്ങനെ മതി വാവച്ചി. അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഇടാം ആദ്യം. ഓക്കെ, വാവച്ചിക്ക് വലുതാകുമ്പോ ഉണ്ടല്ലോ, വാവച്ചി ഇതൊക്കെ മറക്കാണ്ട് എപ്പോഴും ഇടണം കേട്ടോ. എപ്പോഴും മീൻസ് ഓണത്തിന് സമയത്തൊക്കെ ഇടണേ. എന്ത് സൂപ്പർ. കുറച്ചും കൂടെ വേണം വാവച്ചിക്കുട്ടാ. ഇത് കഴിയാറായി. നമുക്ക് ഇത്രയും ചെറിയ പൂക്കളം മതി കേട്ടാ. കഴിയാറായി. ഇതെന്ത് കളർ പൂക്കണ്ണ? ഇതെന്ത് കളർ പൂ വാവച്ചി? പർപ്പിളോ? വാവച്ചി തന്നെ ചോദിക്കുന്നോ? ഈ കളർ നല്ല രസമുള്ള പൂവല്ലേ വാവച്ചി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. ഒരു ചെറിയ അത്തപ്പൂക്കളം അല്ലേ വാവച്ചി? വാവച്ചിയാണ് ഇതിന് മമ്മനെ ഹെൽപ്പ് ചെയ്തത്. നല്ല രസമുണ്ടോ? പൂവോ? നമ്മൾ മാവേലിനെ വരവേൽക്കാനായിട്ട്, മാവേലി വരത്തില്ലേ നമ്മുടെ വീട്ടിൽ ഓണത്തിന്, നമ്മളെ കാണാനായിട്ട് മാവേലി വരത്തില്ലേ. അപ്പൊ അതിനാണ് നമ്മള് പൂക്കളൊക്കെ ഇട്ട് മാവേലിനെ വരവേൽക്കാനായിട്ട് കേട്ടോ വാവച്ചി. എന്ത് ഇനി ക്ലീൻ ആക്കാം. അതാ ഇവിടെയൊക്കെ ഇനി പൂക്കൾ എടുപ്പുണ്ട്, അതൊക്കെ ക്ലീൻ ആക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ പൂക്കളം റെഡിയായി. പടക്കം വേണോ ഓണത്തിനോ? സാധാരണ ദീപാവലിക്കല്ലേ പടക്കം പൊട്ടിക്കുന്നത് എല്ലാവരും. പടക്കം വേണോ? ഇതെന്ത് ചെയ്യാ? പടക്കം പൊട്ടിക്കാണോ? പൊട്ടിയില്ലല്ലോ. പൊട്ടിയില്ല വാച്ചി. ഒന്നും കൂടെ എടുത്തേ. ശരിക്കും വലിച്ചെറിയ, എന്നാലല്ലേ പൊട്ടത്തുള്ളൂ. വാവ്, ഓണത്തിന് വാവച്ചി പടക്കം പൊട്ടിക്കണോടാ. ഓണത്തിന് പടക്കം പൊട്ടിച്ച് കളിക്കുകയാണ് അല്ലേ വാവച്ചി? ഇതാട്ടോ എൻ്റെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് അമ്മൂമ്മയുടെ സെറ്റ് മുണ്ടാട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 40 വർഷമെങ്കിലും പഴക്കം ഉണ്ടാകും നമ്മുടെ അമ്മൂമ്മയുടെ സെറ്റ് മുണ്ടിന്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ ഓണത്തിന് അമ്മൂമ്മയുടെ സെറ്റ് മുണ്ട് എടുക്കാൻ ഓർത്തു. കാരണം അമ്മൂമ്മയുടെ ഒരു ഓർമ്മ, അമ്മൂമ്മയുടെ മണമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ സെറ്റ് മുണ്ട്. ഇപ്പം അമ്മൂമ്മ കാണുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമായിരിക്കും അല്ലേ വാച്ചി? ഓക്കെ, അമ്മയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് വാച്ചി? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം ഇല്ല അങ്ങനെ. അപ്പം വാവച്ചിക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓണത്തിൻ്റെ പൂക്കളൊക്കെ ഇട്ട് വരണം. അപ്പം വാവച്ചി പറഞ്ഞു അമ്മ നമുക്കൊരു പൂക്കളൊക്കെ ഇടണമെന്ന് പറഞ്ഞപ്പോൾ വാവച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഓണപ്പൂക്കളൊക്കെ ഇട്ടതാണ്. അപ്പം അതിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം ഓണമില്ല. അപ്പോൾ വാവച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി വാവച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നിട്ടാണ്. അപ്പോൾ വാവച്ചി ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം, അത്രയേ ഉള്ളൂ.
വലുതാകുമ്പോൾ വാവച്ചിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം വാവച്ചിക്ക് 3 വയസ്സായിട്ട്. അപ്പം 3 വയസ്സിലുള്ള ഓണത്തിൻ്റെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി പോകുന്നത്. മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം 1 വർഷം ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യം ഓണമൊന്നും ഇല്ലാത്തത്. അപ്പം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഓണമായിരുന്നു. അച്ഛൻ അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം ഇപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും വാവശിക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണസദ്യയുടെ സമയമായി. വാവച്ചി ആണെങ്കിൽ വാവച്ചിക്ക് മിച്ചർ കാണുന്ന പറഞ്ഞത് ഓണസദ്യേൻ്റെ ഇടയിൽ കൂടെ മിച്ചർ എടുത്ത് കഴിക്കാം. എങ്ങനെയുണ്ട് സദ്യ? കഴിക്കാം. ആദ്യം മിച്ചറല്ല കഴിക്കാൻ പോണത്, ലഞ്ച് കഴിക്കൂ, സദ്യ കഴിക്കൂ. ചെറിയൊരു സദ്യയാണ് കേട്ടോ ഇത്. വാവച്ചിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഓണസദ്യ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് വെച്ച് പോകുന്നത്? നമ്മൾ അംഗൻവാടി വരെ പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ പിള്ളേരുടെ ഓണാഘോഷം ഉണ്ടെന്ന് പറഞ്ഞു നമ്മളടുത്ത്. അപ്പോൾ വാവച്ചീനെ അവർ വിളിച്ചു. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എവിടെ? ഓ, അപ്പത്തെ വീട്ടിൽ പണി നടക്കും. നമുക്കൊന്ന് അംഗൻവാടി പോയേക്കാം. എങ്ങനെ നമ്മൾ പോകുന്നത് അംഗൻവാടിയിൽ? ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട് വാവച്ചി ഓട്ടോയിൽ പോകുന്നേ? നല്ലതാണോ? അംഗൻവാടിയിലാണോ? എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് പറയോ? ഹായ് പറഞ്ഞേ. വേറെന്താ? അംഗൻവാടിയിലൊക്കെ വന്നു. എന്നിട്ട് പിള്ളേരൊക്കെ കണ്ടു, ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അവരിപ്പോൾ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ആച്ചി ഓണസദ്യ കഴിക്കാത്ത എന്താടാ? അയ്യോ, മമ്മേനോടാണ് കഴിക്കുന്നത്. എന്നാ കഴിക്കുന്നേ? Our hearts beat to the city streets. We began to feel. പപ്പട ഇഷ്ടാണോ? ഓക്കെ. ഇവാനിത ലിൻസ്. മിന്നുവിന്റെ ഒറിജിനൽ പേരെന്താ? അംഗൻവാടി വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാവോ? പൂക്കളാണോ? ഇഷ്ടപ്പെട്ടാ?